wanna play Angry Birds. Hey, Angry Birds, I wanna play Angry Birds. Hey, Angry Birds, I wanna play Angry Birds. Hey. It's non-stop, y'all. പ്രിയപ്പെട്ടവരെ, ലക്കി സ്റ്റാർ എന്ന സിനിമയിലെ ഒരു ഗാനം ആലപിച്ച അർജുൻ വിനോദ് വർമ്മ എന്ന 8 വയസ്സുകാരൻ അദ്ദേഹം ഇതിൻ്റെ ഗാനം ആലപിക്കുകയും ഈ കുരുന്ന് പ്രതിഭ അതുപോലെ തന്നെ മ്യൂസിക് ചെയ്യുകയും ലിറിക്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അർജുൻ വിനോദ് വർമ്മയോട് നമുക്ക് വിശേഷങ്ങൾ തിരക്കാം. മോനെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? വിദ്യോദയ. എവിടെയത്? തേവക്കൽ. ക്ലാസ്സിലാ? തേർഡ്. ഓക്കെ. എങ്ങനെയാണ് ഈ സിനിമയിൽ പാടാനായിട്ട് അവസരം വന്നത്? എനിക്ക് ആംഗ്രി ബേർഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വെറുതെ പാടിയപ്പോൾ അച്ഛൻ ഇത് റെക്കോർഡ് ചെയ്യാൻ വിളിച്ചു. അന്നത്തെ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇട്ടപ്പോൾ ദീപങ്ങൾ വിളിച്ചു. അങ്ങനെയാണ് ഈ സിനിമയിൽ ചാൻസ് കിട്ടിയത്. അതായത് എങ്ങനെയാണ് ഇനിയും സിനിമയിൽ അങ്ങനെ ഒരു പാട്ടുകാരനാവണമെന്നൊക്കെയാണ് ആഗ്രഹം? എന്താണ് മോൻ്റെ ഇപ്പോഴത്തെ സിനിമ ഇറങ്ങാൻ പോകുന്നു, സിനിമയിൽ പാട്ട് വളരെ നന്നായി വന്നിട്ടുണ്ടെന്നാണ് അഭിപ്രായം. സംഭവം 1.5 മിനിറ്റ് ഡ്യൂറേഷനാണ്. എന്നിരുന്നാലും എന്താണ് പ്രതീക്ഷ ഈ പാട്ടിനെ കുറിച്ച്? പാട്ട് ടി വിയിലൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണ് തോന്നുന്നത്. അപ്പോൾ മോന് ഇതിനു മുമ്പ് സ്റ്റേജുകളിലോ അങ്ങനെ പരിപാടികൾക്ക് അങ്ങനെ പാടി അങ്ങനെ പരിചയമുണ്ടോ മോന്? ഇല്ല. പക്ഷേ ഒരു പാട്ട് യൂട്യൂബിൽ ഇതിനു മുമ്പ് ചുമ്മാ ഇതൊന്ന് റഫായിട്ട് പാടി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കണ്ട് ഡയറക്ടർ ദീപു വന്ന് അങ്ങനെ ആവശ്യപ്പെട്ടാണല്ലേ? എന്താണ് ഈ പാട്ടിനെ കുറിച്ചുള്ള പ്രതീക്ഷ? പറഞ്ഞു. പിക്ചറൈസേഷൻ ഒക്കെ നന്നായിട്ടുണ്ട്. എല്ലാവരും കാണണം, പിന്നെ കേൾക്കണം, എന്നെ എല്ലാവരും എൻകറേജ് ചെയ്യണം. എങ്ങനെയാണ് ഈ പാട്ട് മോനൊന്ന് പാടിയോ വെറുതെ? Angry birds, I wanna play Angry Birds. Hey, 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 they fly all over the world. ഇപ്പോൾ ലക്കി സ്റ്റാർ എന്ന സിനിമയുടെ ഡയറക്ടറാണ് താങ്കൾ. അപ്പോൾ ഈ സിനിമയിൽ അർജുൻ വർമ്മ എന്ന 8 വയസ്സുകാരൻ ഒരു പയ്യനെ കൊണ്ട് മ്യൂസിക്കും ലിറിക്സും അതുപോലെ തന്നെ ഗാനവും ആലപിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ആ ഒരു കണ്ടെത്തൽ ഉണ്ടായത്? എന്താണ് അതിൻ്റെ സംഭവം? ഇത് വളരെ ആകസ്മികമായിട്ടാണ് നമ്മൾ ഇദ്ദേഹത്തിനെ ഈ അർജുനെ കണ്ടെത്തുന്നത്. അതായത് അർജുൻ്റെ അച്ഛൻ വിനോദ് വർമ്മ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹം കുറേ വെസ്റ്റേൺ മ്യൂസിക്കുകൾ സ്വന്തമായിട്ട് പാടുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ആൾ ചെയ്യുന്ന കോമ്പോസിഷൻസൊക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തെ ഈ ഷെയറിങ്ങിൽ അദ്ദേഹം ഇട്ടിരുന്നത് ഈ അർജുൻ പാടിയ ഒരു പാട്ടായിരുന്നു. അതായത് അർജുൻ പാടി കമ്പോസ് ചെയ്ത് പാടിയ ഒരു പാട്ട്. ആ പാട്ട് ആംഗ്രി ബേർഡ്സ് എന്നുള്ളൊരു പാട്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് കേട്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അതിനൊരു 8 വയസ്സുകാരൻ്റെ ഒരു നിഷ്കളങ്കത അതിൽ വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സിനിമയ്ക്കുള്ള അതിൻ്റെ സ്ക്രിപ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ ഞാൻ വിനോദിനെ വിളിച്ച് പറഞ്ഞു, വിനോദ്, എനിക്ക് ആ സോങ് എൻ്റെ സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യണം. കാരണം എൻ്റെ സിനിമയിലും കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള കുറേ സീൻസ് ഉണ്ട്. അപ്പോൾ അതിലെനിക്ക് ഈ സോങ് എന്തായാലും വേണം. അപ്പോൾ വിനോദ് അപ്പോൾ തന്നെ അത് നമ്മളോട് വളരെ അതിനെന്തായാലും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളി അതിനെ അഗ്രി ചെയ്തു. പിന്നീട് നമ്മൾ ആ സിനിമയുടെ ഒരു ഘട്ടം വന്നപ്പോൾ അതിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അതിൽ കുറച്ച് ലൈൻസും കൂടെ ആഡ് ചെയ്തിട്ട് റീകമ്പോസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്തത് റീകമ്പോസിങ്ങിൽ കമ്പോസിങ് അവൻ തന്നെ ചെയ്തു. അതിന് പ്രോഗ്രാമിങ്ങിന് എൻ്റെ ക്ലോസ് ഫ്രണ്ടായ ദീപക് ദേവും അതിന് ഹെൽപ്പ് ചെയ്തു. ഓക്കെ, ഇതൊരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ ഒരു മ്യൂസിക് ഡയറക്ടറിന് അങ്ങനെ ഒരു അത്ഭുതം കൂടി ഇതിന്റെ പുറകിൽ തോന്നുന്നുണ്ട്. അപ്പൊ ഇത് അങ്ങനെ ബോധപൂർവ്വം പ്രതീക്ഷിച്ച് അങ്ങനെ ചെയ്തതാണോ? ഒരു മൈലേജ് കിട്ടാൻ വേണ്ടി എന്താ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു മൈലേജും ഇല്ല. അത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ ഈ പാട്ടിലേക്ക് എന്നെ ആകർഷിച്ചത് കുട്ടികളുടെ ഒരു നിഷ്കളങ്കത. കാരണം കുട്ടികളെ വെച്ച് കുറേ ആഡ് ഫിലിം ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ടാങ്ക് മാംഗോ, കാഡ്ബറീസ് ചൂയിങ്കം, അങ്ങനെ കുറേ ഇവിടെയാണെങ്കിൽ സ്കൂബിയുടെ ബാഗ്, അങ്ങനെ കുറേ ആഡ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഒരു സൈക്കോളജി നമുക്കറിയാം. കുട്ടികളെ വെച്ച് വർക്ക് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഈ സിനിമയിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതിന് പറ്റുന്നൊരു കുട്ടീനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ ലക്കി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു കുട്ടിയാണ്.
അവനെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ബോംബെ, പൂനെ, ഡൽഹി, മദ്രാസ്, ബാംഗ്ലൂർ എല്ലായിടത്തും ഓഡീഷൻ നടത്തി കുറേ കുട്ടികളെ കണ്ടിട്ടാണ് അവസാനം നമുക്കൊരു കുട്ടീനെ കിട്ടിയത്. കാരണം ഈ സ്കേറ്റിങ്ങും അറിയണം, അഭിനയിക്കാനും നന്നായി അറിയണം. അപ്പോൾ അങ്ങനെ ഒരു കുട്ടീനെ കണ്ടെത്തപ്പോൾ വളരെയധികം എഫേർട്ട് എടുത്തു. അതിനിടയിലാണ് ഈ പാട്ട് കേട്ടപ്പോൾ ഓക്കെ എൻ്റെ ക്യാരക്ടറിന് ചേരുന്ന ഒരു ഇന്നസെൻസ്, കാരണം ഈ സിനിമയിൽ ആ കുട്ടിയുമായിട്ട് പ്രേക്ഷകന് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആവശ്യമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓഡിയൻസിന് ഈ സോങ് സഹായിക്കുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് നമ്മൾ ഈ സോങ് ഫിക്സ് ചെയ്തത്, യൂസ് ചെയ്യാനായിട്ട്, ഈ സിനിമയിൽ ഉപയോഗിക്കാനായിട്ട് ഫിക്സ് ചെയ്തത്.